നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ദേശീയപാതയിൽ വെളിയങ്കോട് മേൽപ്പാലത്തിലുണ്ടായ അപകടത്തിൽ 17-കാരിക്ക് ദാരുണാന്ത്യം. ബസ് വൈദ്യുതി പോസ്റ്റിലേക്ക് ഇടിച്ചു കയറിയാണ് കൊണ്ടോട്ടി പള്ളിമുക്ക് ഹയാത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി മദ്രസ വിദ്യാർത്ഥി ഹിബ മരിച്ചത്. അപകടത്തിൽ പാലത്തിന്റെ കൈവരിയിലെ തെരുവ് വിളക്കിൽ തലയിടിച്ചായിരുന്നു കുട്ടിയുടെ മരണം. തിങ്കളാഴ്ച പുലർച്ചെ 3:45 അപകടമുണ്ടായത്. കുട്ടികളുമായി വാഗമണിൽ ടൂർ പോയി മടങ്ങും വഴിയായിരുന്നു ബസ്. ഇതിനിടയിലായിരുന്നു സംഭവമുണ്ടായത്. മേൽപ്പാലത്തിന്റെ കൈവഴിയിൽ ഇടിച്ച ശേഷം ബസ് സ്ട്രീറ്റ് ലൈറ്റിലും ഇടിക്കുകയായിരുന്നു. 2 കുട്ടികൾക്ക് അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഗുരുതര പരിക്കുള്ള ഇവരെ മലപ്പുറം കോട്ടയ്ക്കലുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബസ് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഹിബയുടെ മൃതദേഹം കുറ്റിപ്പുറം താലൂക്ക് ഗവൺമെന്റ് ആശുപത്രി മോർച്ചറി സൂക്ഷിച്ചിരിക്കുകയാണ്. റോഡ് സൈഡിൽ ഡിവൈഡറിനോട് ചേർന്ന് നിർമ്മിച്ച ഇലക്ട്രിക് പോസ്റ്റിൽ വാഹനത്തിന്റെ ഒരു വശം ഇടിക്കുകയായിരുന്നു. നേരിട്ടുള്ള അപകടമല്ലാത്തതുകൊണ്ട് തന്നെ വലിയൊരു അപകടം ഒഴിവാകുകയായിരുന്നു. ഡ്രൈവർ ഉറങ്ങിപ്പോയിട്ടുണ്ടാകാം എന്ന് പോലീസ് പ്രാഥമിക നിഗമനത്തിൽ എത്തിയിട്ടുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് ഇനി വ്യക്തമാകാനുണ്ട്. 45 വിദ്യാർത്ഥികളാണ് ബസ്സിൽ ഉണ്ടായിരുന്നത്. ഇവരിൽ ഹിബ മരിക്കുകയും മറ്റു 2 കുട്ടികളുടെ നില ഗുരുതരമായി തുടരുകയുമാണെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഈ ബസിന്റെ ഒരു വശം ഇലക്ട്രിക് പോസ്റ്റിനോട് ചേർന്ന് ചാരിയിരിക്കുന്ന നിലയിലായിരുന്നു. ഈ സീറ്റിനോട് ഓരം ചേർന്ന് കിടന്ന വിദ്യാർത്ഥിയാണ് മരിച്ച ഹിബ. ബസിന്റെ സൈഡിൽ തല വെച്ച് ചാരി കിടക്കുകയായിരുന്നു ഹിബ. അങ്ങനെയാണ് വിദ്യാർത്ഥിക്ക് പരിക്കേറ്റതെന്നാണ് വിവരം. മറ്റു 2 കുട്ടികൾക്കും അപകടം സംഭവിച്ചു എന്നതൊഴിച്ചാൽ മറ്റു കുട്ടികൾ സുരക്ഷിതരാണെന്നാണ് വിവരം. ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥികളെ കോട്ടയ്ക്കൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചു. അതിനിടെ മറ്റൊരു സംഭവത്തിൽ വാഴൂർ ബസ് സ്റ്റോപ്പിൽ നിർത്തിയ സ്വകാര്യ ബസിനെ ഇടതുവശത്തുകൂടി മറികടന്ന് KSRTC ബസ്. സംഭവത്തിൽ തലനാരിഴയ്ക്ക് വീട്ടമ്മ രക്ഷപ്പെട്ടു. ദേശീയപാത 183-ൽ വാഴൂർ 18-ാം മൈലിൽ ഇന്നലെ വൈകിട്ട് 6:30 സംഭവം. മുൻപിൽ പോയ സ്വകാര്യ ബസ് സ്റ്റോപ്പിൽ നിർത്തി യാത്രക്കാരെ ഇറക്കുമ്പോൾ അമിത വേഗത്തിലെത്തിയ KSRTC ബസ് ഇടതുവശം വഴി സ്വകാര്യ ബസിനെ മറികടന്നു. സ്വകാര്യ ബസ്സിൽ നിന്ന് ഇറങ്ങിയ വീട്ടമ്മ പേടിച്ച് 2 ബസ്സിനൊപ്പം ചേർന്ന് നിന്നതിനാൽ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു. 2 ബസ്സുകളും മത്സരിച്ചാണ് വന്നതെന്ന് ബസ്സിലെ യാത്രക്കാർ പറയുന്നു. KSRTC ബസിന്റെ നിയമലംഘനം സമീപത്തെ കടയിലെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. സ്വകാര്യ ബസ് പെട്ടെന്ന് നിർത്തിയപ്പോൾ പിന്നിൽ ഇടിക്കാതിരിക്കാൻ വെട്ടിച്ച് ഇടതുവശത്തുകൂടി പോയതാണെന്നാണ് KSRTC ബസ് ഡ്രൈവർ AG രാജേഷ് കുമാർ പറയുന്നത്. പൊൻകുന്നം ഡിപ്പോയിലെ ബസ്സാണ് സംഭവത്തിലുള്ളത്. KSRTC ബസ് ഡ്രൈവർക്കെതിരെ പള്ളിക്കത്തോട് പോലീസ് കേസെടുത്തു. സംഭവത്തിൽ KSRTC വിജിലൻസ് വിഭാഗം ഇന്ന് പരിശോധന നടത്തും. മോട്ടോർ വാഹന വകുപ്പും അന്വേഷണം നടത്തും. ബസ് അശ്രദ്ധമായി റോഡിൽ നിർത്തിയതിന് സ്വകാര്യ ബസ് ഡ്രൈവർക്കെതിരെയും നടപടിയുണ്ടാകുമെന്ന് പോലീസ് പറഞ്ഞു. KK റോഡിൽ ബസ്സുകളുടെ മത്സരയോട്ടം നിയന്ത്രിക്കുന്നതിന് കർശനമായ പോലീസ് പരിശോധന നടത്തുമെന്ന് ജില്ലാ പോലീസ് മേധാവി A ഷാഹുൽ ഹമീദ് പറഞ്ഞു. സമാനമായ മറ്റൊരു സംഭവത്തിൽ കൊച്ചി കടവന്ത്രയിൽ സ്കൂട്ടറിന് പിന്നിൽ KSRTC ബസ് ഇടിച്ച് സ്കൂട്ടറിന്റെ പിൻസീറ്റിരുന്ന് യാത്ര ചെയ്യുകയെന്ന സ്ത്രീക്ക് ദാരുണാന്ത്യം. അരൂക്കുറ്റി സ്വദേശി സീനത്താണ് മരിച്ചത്. സ്കൂട്ടർ ഓടിച്ചിരുന്നയാൾക്കും ഗുരുതരമായി പരിക്കേറ്റു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഇന്ന് രാവിലെ 9:00-ഓടെയാണ് കടവന്ത്രയിൽ മെട്രോ പില്ലർ 790-ന് മുന്നിൽ വെച്ച് ദാരുണ അപകടം ഉണ്ടായത്. റോഡിൽ ഗതാഗത കുരുക്കുണ്ടായതിനെ തുടർന്ന് മുന്നിലെ വാഹനങ്ങൾ വേഗത കുറച്ച് നിർത്തിയതോടെ സ്കൂട്ടർ ഓടിച്ചിരുന്നയാളും വേഗത കുറച്ച് നിർത്താൻ ശ്രമിക്കുന്നതിനിടയിൽ പിന്നിൽ നിന്നും KSRTC ബസ് ഇടിക്കുകയായിരുന്നു. തുടർന്ന് കാറിലിടിച്ചാണ് KSRTC ബസ് നിന്നത്. ഇടിയുടെ ആഘാതത്തിൽ KSRTC ബസിനും കാറിനുമിടയിൽ സ്കൂട്ടറിലുണ്ടായിരുന്നവർ കുടുങ്ങിപ്പോവുകയായിരുന്നു. ഗതാഗത കുരുക്കുള്ള സ്ഥലമായതിനാൽ വാഹനങ്ങൾ വേഗത കുറച്ചു പോകേണ്ട സ്ഥലമാണ്. KSRTC ബസ് വേഗതയിലായിരുന്നുവെന്നാണ് നാട്ടുകാർ പറഞ്ഞത്. അപകടം നടന്ന ഉടനെ സ്ത്രീയെയും സ്കൂട്ടർ യാത്രികനെയും ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും സീനത്തിനെ രക്ഷിക്കാനായില്ല. ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.